കളമശ്ശേരിയിൽ മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന യോഗത്തിൽ പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും. ജില്ലയിലെ ലീഗിലെ ഭിന്നതയാണ് ബഹളത്തിന്റെ കാരണം. അഹമ്മദ് കബീർ വിഭാഗമാണ് യോഗത്തിൽ എതിർപ്പുയർത്തിയത്. വിവരങ്ങളുമായി റാഫി കരീം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. റാഫി, എന്താണ് ഈ തർക്കത്തിനും ബഹളത്തിനും ഒക്കെ വഴിവെച്ച വിഷയം? മുസ്ലിം ലീഗ് എറണാകുളത്ത് നടത്തുന്ന ഗാസ ഐക്യദാർഢ്യ സദസ്സിന്റെ പ്രചരണാർത്ഥം നടത്തിയ യോഗത്തിനിടയിലാണ് ലീഗ് പ്രവർത്തകർ തമ്മിൽ രൂക്ഷമായ ബഹളവും ഉന്തും തള്ളും ഉണ്ടായത്. കളമശ്ശേരി ലീഗ് ഓഫീസിൽ വെച്ചായിരുന്നു ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത്. ജില്ലാ മണ്ഡലം നേതാക്കൾക്കും മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ലത്തീഫിനുമെതിരെ നടപടിയെടുത്തതിൽ അടക്കമുള്ള കാര്യങ്ങളിൽ എതിർപ്പുയർത്തിയാണ് ഒരു വിഭാഗം യോഗത്തിൽ ബഹളം വെച്ചത്. തുടർന്ന് ഈ വിഭാഗത്തെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ രണ്ട് വിഭാഗങ്ങളായി ചേരി കൊണ്ട് പരസ്പരം ബഹളം വയ്ക്കുകയായിരുന്നു. ഈ കൺവെൻഷനിലേക്ക് പ്രവർത്തകർ പങ്കെടുക്കുന്നത് നിലവിൽ ലീഗ് നേതാക്കൾക്കെതിരെ എടുത്തിരിക്കുന്ന നടപടികൾ പിൻവലിച്ചതിന് ശേഷം മാത്രമാണ് എന്നുള്ള ഒരു ആവശ്യമാണ് ഈ ബഹളത്തിൽ ഒരു വിഭാഗം ഉന്നയിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജില്ലാ കമ്മിറ്റിയിലടക്കം ചർച്ച ചെയ്യാം, ഇപ്പോഴത് ചർച്ച ചെയ്യേണ്ട വേദിയല്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് ബഹളം അത് ശക്തമായി ഉന്തും തള്ളിലേക്ക് എത്തിയത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആളുകൾക്കെതിരെ നടപടി ഉണ്ടായേക്കും എന്നുള്ള സൂചനയാണ് നിലവിൽ ലഭ്യമാകുന്നത്. ഇവിടെ ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്താനെത്തിയ വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ സിമി അമീർ അടക്കമുള്ളവർ ഈ ബഹളത്തെ തുടർന്ന് യോഗത്തിൽ റാഫി കരീമാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.